വെൽക്കം ടു ബി ഹാപ്പി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വാക്കം എന്ന കമ്പനിയുടെ വൺ എന്ന പെൻടാബ്ലറ്റ് ആണ്. പെൻടാബ്ലറ്റുകൾ നിർമ്മിക്കുന്നതിൽ വാക്കം എന്ന കമ്പനിക്ക് നല്ല റേറ്റിംഗ് ഉണ്ട്. വാക്കം എന്ന കമ്പനിയുടെ വൺ എന്ന പെൻടാബ്ലറ്റിൻ്റെ CTL472 ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഈ ഒരു പെൻടാബ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതായത് നമ്മളുടെ വാക്കം എന്ന പെൻടാബ്ലറ്റ് പ്രവർത്തിക്കുവാനായിട്ട് നമ്മളുടെ PC-യിൽ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വൺ എന്ന പെൻടാബ്ലറ്റ് രണ്ട് സൈസുകളിൽ അല്ലെങ്കിൽ രണ്ട് മോഡലുകളിൽ ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ മോഡൽ CTL472. അതിൻ്റെ ആക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് 6x3.5 ഇഞ്ചസ് ആണ്. ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് CTL472 ആണ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് CTL672. അതിൻ്റെ ആക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് 8.5 × 5.3 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്നത് കോവിഡിൻ്റെ സമയത്താണ്. ഓൺലൈൻ ടീച്ചിങ് എടുക്കുന്നവരും എല്ലാം മേടിക്കുന്ന ഒരു പെൻടാബ്ലറ്റ് ആണ് വാക്കത്തിൻ്റെ വൺ എന്ന പെൻടാബ്ലറ്റ്. മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഈ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം മാത്സിൻ്റെ ഓരോ ഇക്വേഷൻസും എല്ലാം എഴുതുവാൻ നമുക്ക് ബോർഡില്ലാണ്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് പ്രോഡക്റ്റിൻ്റെ ബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ബോക്സിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ വൺ ബൈ വാക്കം എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റീവ് പെൻടാബ്ലറ്റ്. ഇവിടെ 3 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെൻടാബ്ലറ്റിൻ്റെ ബ്രാൻഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ബോക്സിൻ്റെ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ വൺ ബൈ വാക്കം എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ക്രിയേറ്റീവ് പെൻടാബ്ലറ്റ്, സിസ്റ്റം റിക്വയർമെൻറ്റ്സ്, പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ, അതായത് ബോക്സിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻ്റ് പ്രൈസ് അല്ലെങ്കിൽ റിയൽ പ്രൈസ് എന്ന് പറയുന്നത് 4700 രൂപയാണ്. നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ ആണെങ്കിൽ എന്ത് വന്നാലും 4000-ൽ കുറച്ചായിരിക്കും കിട്ടുക. നമുക്ക് വാക്കം എന്ന കമ്പനിയുടെ വൺ എന്ന പെൻടാബ്ലറ്റ് അൺബോക്സ് ചെയ്യാം. നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കവറുകളിലാണ്. ആദ്യമേ നമുക്ക് ഒരു കവറ്, വീണ്ടും നമുക്ക് മറ്റൊരു കവറിലൂടെ ആണ് ഇതിൻ്റെ പാക്കിംഗ് ചെയ്തേക്കുന്നത്. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കിങ്ങുമാണ്. നമ്മുടെ പെൻടാബ്ലറ്റ് ആണ് ആദ്യമേ തന്നെ വെച്ചിരിക്കുന്നത്. നമ്മുടെ പെൻടാബ്ലറ്റിൻ്റെ പുറകിലത്തെ വശം ഇതാണ്. ഇവിടെ നമുക്ക് ഒരു സെറ്റപ്പ് ഗൈഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു വാറണ്ടിയും ലഭിക്കുന്നുണ്ട്. നമ്മുടെ വാക്കത്തിൻ്റെ പെൻടാബ്ലറ്റ് നമ്മുടെ ലാപ്ടോപ്പും അല്ലെങ്കിൽ PC ആയിട്ടൊക്കെ കണക്ട് ചെയ്യുവാനുള്ള 2.0 ടൈപ്പ് A USB ആണ്. ഇത് നമുക്ക് മാറ്റി വെക്കുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് നിബ്ബ് മാറ്റുവാനുള്ള ഒരു റിങ്, അതേപോലെ തന്നെ 3 നിബ്സും തരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പെൻ. ഈ പെന്നിനകത്ത് ബാറ്ററി നമ്മൾ ഇടേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ വളരെ എളുപ്പത്തിൽ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ പെൻടാബ്ലറ്റ് ഒന്ന് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് മാറ്റി തുറന്നു നോക്കാം. നമ്മുടെ പെൻടാബ്ലറ്റ്
ഇതാണ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ വാക്കം എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇത് ഒരു പെൻ ഹോൾഡറാണ്. വാക്കത്തിൻ്റെ പെൻ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പെൻ ഹോൾഡറാണ് ഇവിടെ നമുക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നമുക്ക് ഇവിടെ 4 ബുഷ് കൊടുത്തിട്ടുണ്ട് ഗ്രിപ്പ് കിട്ടുവാനായിട്ടാണ്. നമുക്ക് നമ്മുടെ വാക്കത്തിൻ്റെ 1 എന്ന പെൻടാബ്ലറ്റ് 2 കളറുകളിൽ ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ കളറ് ബ്ലാക്ക്, രണ്ടാമത്തെ കളറ് റെഡ്. ഇത് റെഡ് കളറിലുള്ള പെൻടാബ്ലറ്റ് ആണ്. നമുക്ക് നമ്മുടെ പെൻ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെൻ ഹോൾഡറിലോട്ട് കയറ്റി വെക്കാവുന്നതാണ്. ഇതിൻ്റെ നിബ്ബ് വളരെ എളുപ്പത്തിൽ മാറാവുന്നതാണ്. നിബ്ബ് മാറുവാനുള്ള ഒരു റിങ്ങും 3 നിബ്ബും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് 249 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഈ ഒരു പെൻ ടാബ്ലറ്റ് വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10, വിൻഡോസിൻ്റെ 7 മുകളിലോട്ടുള്ളതിലെല്ലാം സപ്പോർട്ട് ചെയ്യും. ആപ്പിളിൻ്റെ മാക്കിൽ സപ്പോർട്ട് ചെയ്യും, ലിനക്സിൽ സപ്പോർട്ട് ചെയ്യും, ഉബുണ്ടുവിൽ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് 2.0 ടൈപ്പ് എ USB ആണ്. നമ്മുടെ എല്ലാ ലാപ്ടോപ്പുകളിലും എല്ലാം ഉള്ള ഒരു USB പോർട്ടാണ് 2.0 ടൈപ്പ് എ. ഇതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി 2048 ആണ്. നമ്മൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ സ്റ്റൈലസ് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി തീർന്നു പോയാൽ അത് പ്രശ്നമാകും. ഈ ഒരു പെന്നിലോട്ട് വരുമ്പോൾ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റൈലസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 ബട്ടണുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഈ ബട്ടണുകളെ വേണമെങ്കിൽ നമ്മളുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടനായിട്ടും ലെഫ്റ്റ് ബട്ടനായിട്ടും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ 2 പെൻ ടാബ്ലറ്റുകൾ എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ പുറകിലത്തെ ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്കൂള് പോലെ ഉള്ള ഇടങ്ങളിൽ നമ്മൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ 2, 3, 4 എണ്ണമൊക്കെ കാണും. അതുമായിട്ട് നമ്മുടേത് മിക്സ് ആവാതിരിക്കാനായിട്ട് യുവർ നെയിം എന്നിടത്ത് നമുക്ക് പേര് എഴുതി വെക്കാനുള്ള ഒരു സ്ഥലവും കൂടി നമ്മുടെ വാക്കം നമുക്ക് തരുന്നുണ്ട്. USB കേബിളിൻ്റെ കവറൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾക്കിതാ ഈ ഒരു USB കേബിള് നമ്മളുടെ ടാബ്ലറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ട് ഇവിടെയാണ്. ഇതിൻ്റെ മൈക്രോ USB നമ്മൾക്ക് കണക്ട് ചെയ്യാം. നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾക്ക് നമ്മളുടെ ലാപ്ടോപ്പിലോട്ട് നമ്മളുടെ ഈ 2.0 ടൈപ്പ് എ USB കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിനായിട്ട് ഒരു ഡ്രൈവർ നമ്മളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾക്ക് എങ്ങനെയാണ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. വാക്കം എന്ന കമ്പനിയുടെ 1 എന്ന പെൻ ടാബ്ലറ്റിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു ബ്രൗസർ എടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. നമ്മൾക്ക് URL ടൈപ്പ് ചെയ്യേണ്ടടുത്ത് www.wacom/start/1 എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ 1 by Wacom how to set up and get started Wacom എന്ന് കാണാൻ സാധിക്കും. നമ്മൾക്ക് ആ ഒരു വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാം. നമ്മൾ താഴോട്ട് ഇച്ചിരി സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾക്കവിടെ സ്റ്റെപ്പ് 2 ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ദ ഡ്രൈവർ എന്നിടത്ത് വിൻഡോസ് എന്നും മാക് എന്നും കാണാൻ സാധിക്കും. നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വിൻഡോസ് എന്നതിലും മാക് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മാക് എന്നതിലും ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. വാക്കം എന്ന കമ്പനിയുടെ 1 എന്ന പെൻ ടാബ്ലറ്റിൻ്റെ ഡ്രൈവർ .exe ഫോർമാറ്റിൽ ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. നമ്മളുടെ ഡ്രൈവർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾക്കതൊന്ന് ഓപ്പൺ ചെയ്യാം.
നമ്മളുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ളതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ആണ്. നമ്മൾക്കിത് അക്സെപ്റ്റ് കൊടുക്കാം. ഇൻസ്റ്റാളിങ് എന്ന് വരുന്നുണ്ട്. ഈ ഡ്രൈവർ ഇൻസ്റ്റാൾ ആകാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ നമ്മൾക്ക് റീസ്റ്റാർട്ട് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ PC റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾക്ക് താഴെ ഡെസ്ക്ടോപ്പ് സെന്റർ വാക്കം ഡെസ്ക്ടോപ്പ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മളുടെ പെൻ സെറ്റിംഗ്സ്. ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ 2 ബട്ടണുകളെയും എല്ലാം നമ്മൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഞാനിനി നമ്മളുടെ വിൻഡോസ് 10ൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുന്ന പെയിന്റ് 3D എന്ന ആപ്പിൽ നമ്മളുടെ വാക്കം എന്ന പെൻടാബ്ലറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാണ്. അതിനായിട്ട് നമ്മൾക്ക് പെയിന്റ് 3D ഓപ്പൺ ചെയ്യാം. ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് ഇതിന്റെ മൗസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മൗസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് പാടാണ്. ഞാൻ ഇനി നമ്മളുടെ പെൻടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതിപ്പോ ഞാൻ വെറുതെ ഒന്ന് വരച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ഇനി ഒരു കർസറായിട്ട് ഉപയോഗിക്കാം. വാക്കം എന്ന കമ്പനിയുടെ 1 എന്ന പെൻടാബ്ലറ്റിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. ഇതുപോലത്തെ വീഡിയോകളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.